ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്, നിങ്ങൾ പഠിച്ച കഴിഞ്ഞ കാര്യമാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്തായിരുന്നു ഡിഫറൻഷ്യൽ ഇക്വേഷൻ? എ ഇക്വേഷൻ വിച്ച് കണ്ടെയ്ൻ എ ഡിഫറൻഷ്യൽ ടൈം കണ്ടെയ്ൻ ചെയ്യുന്ന ഇക്വേഷനുകളായിരുന്നു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓർഡിനറി ഡിഫറൻഷ്യൽ ടൈം അതിൽ ഉണ്ടാവണം. ആ ഓർഡിനറി ഡിഫറൻഷ്യൽ ടൈമിനെ നമ്മൾ അതിന് ഒഴിവാക്കാൻ വേണ്ടി ഒരുപാട് സോൾവിങ് മെത്തേഡൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് റീകോൾ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു പി ഡിയും ഒ ഡിയും തമ്മിലുള്ള വ്യത്യാസം എന്നാണ് അറിയേണ്ടത്. ഒ ഡി നമ്മൾ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമുക്കൊരു ഫംഗ്ഷൻ വൈ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, അത് ഓൺലി ഡിപ്പെൻഡ് അപ്പോൺ വൺ വാരിയബിൾ അല്ലേ, ഒരു വാരിയബിളിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇതൊരു ഫംഗ്ഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എടുക്കുന്നത് x² പ്ലസ് e⁻x ഇതായിരുന്നു എൻ്റെ ഫംഗ്ഷൻ. ഈ വൈ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതെപ്പോഴും എന്തായിരിക്കും? ഒരൊറ്റ വാരിയബിൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് അതായിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് അല്ലേ. അതായിരുന്നു ഓർഡിനറി ഡിഫറൻഷ്യൽ എന്ന് പറഞ്ഞത്. അപ്പോൾ വൈൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു അത് ഡിപ്പെൻഡ് ചെയ്യുന്ന വാരിയബിൾ ഏതാണ്? എക്സ്, dy/dx അല്ലേ. ഇതെന്തായിരുന്നു വരിക? 2x പ്ലസ് e⁻x. ഇതിനെ നമ്മൾ f' എന്നൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഈ വൈ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പാരാമീറ്റർ ഡിപ്പെൻഡൻറ്റ് ഫംഗ്ഷനാണ് അല്ലേ. ഇവിടെ ഒറ്റ വാരിയബിളേ ഉള്ളൂ, അത് എക്സ് മാത്രം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫർദർ ആപ്ലിക്കേഷനിലേക്ക് പോകുമ്പോൾ ഒരു സിംഗിൾ വാരിയബിൾ മാത്രമല്ല ഡിപ്പെൻഡ് ചെയ്ത് വരിക. ചിലപ്പോൾ ഒന്ന് കൂടുതൽ വാരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഫംഗ്ഷൻസിൻ്റെ കേസിൽ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പാർഷ്യൽ ഡിഫറൻഷ്യൽ എന്ന് പറയുന്ന ടേം. അപ്പോൾ എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ട്, ഞാനതിനെ യു എന്ന് വിളിക്കുന്നു. ആ യു രണ്ട് വാരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതായത് ആ ഫംഗ്ഷൻ എക്സിനെയും വൈനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷൻ ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ എടുക്കാം. ഓക്കെ, x³ കണ്ടോ, എക്സും വൈയും ഈ ഫംഗ്ഷനിലെ ടേമാണ്, പ്ലസ് e⁻xy ഇതാണ് എൻ്റെ ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ നമ്മൾ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് ഈ ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന എക്സ് എന്ന വേരിയബിളിനെ മാത്രമായിരുന്നു അല്ലേ. ഇവിടെ എക്സിനും വൈനും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരേ സമയം യുവിനെ റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡയറക്ഷനിലും റേറ്റ് ഓഫ് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു വൈ ഡയറക്ഷനിലും നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ അങ്ങനെ പറയുന്നതിനെയാണ് നമ്മൾ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ഡോ എന്നുള്ള ടേം വെച്ചിട്ടാണ്. ഫോർ എക്സാമ്പിൾ ഈ യു ഫംഗ്ഷൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് നമ്മൾ ∂u/∂x എന്നാണ് നൊട്ടേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സിമിലർ ടു നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഡിഫറൻഷ്യൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യുന്ന അതേ മെത്തേഡ്, കമ്പ്യൂട്ടേഷൻ മെത്തേഡിൽ തന്നെയാണ് ഇതൊക്കെ പോകുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ വൈനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നമുക്ക് മൂവ് ഓൺ ചെയ്യാം. എങ്ങനെ? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുന്ന പോലെ, ഓർഡിനറി ഡെറിവേറ്റീവ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് മുന്നോട്ട് മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ ∂u/∂x ചെയ്യുമ്പോൾ ഇവിടെ വൈ ടൈമിനെ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. അപ്പോൾ വൈ ടൈം ഈസ് എ കോൺസ്റ്റൻ്റ്. അപ്പോൾ നമ്മൾ സാധാരണ ഡിഫറൻഷ്യൽ ചെയ്യുമ്പോൾ കോൺസ്റ്റൻറ്റിനെ പുറത്തേക്ക് എടുത്തിട്ട് എന്നിട്ട് x³ ചെയ്യുക. അതെന്ത് വരും? 3x² എന്ന് വരും. ഓക്കെ, പ്ലസ് ഇവിടെ നമ്മൾ e⁻xy എന്ന് നമ്മൾ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ വൈനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ചെയ്യുന്നത്. അപ്പോൾ വൈനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ വൈനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ e⁻xy ഇൻറ്റു വൈ എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ വൃത്തിയിൽ 3x² പ്ലസ് വൈ ഇൻറ്റു e⁻xy. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ നമുക്ക് യുവിനെ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ചിട്ട് നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് കാണാം. ∂u/∂y എന്നാണ് നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുക. വൈ വിത്ത് റെസ്പെക്ട് ചെയ്യുമ്പോൾ എക്സ് എന്ന വേരിയബിളിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, അതെന്താ വരാൻ നോക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ആണ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? x³ ഇസ് കോൺസ്റ്റൻ്റ് ആണ്, പിന്നെ ഉള്ളത് 2y അല്ലേ. വൈനെ ഡെറിവേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് e⁻xy ഈൻ്റെ പവർ e⁻xy തന്നെയാണ് ഡെറിവേറ്റീവ് വരിക അല്ലേ. എന്നിട്ട് നമ്മൾ അവിടെ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കുന്ന എക്സിനാണ്, ഇൻറ്റു എക്സ് വരും. അപ്പോൾ നമുക്ക് കിട്ടുക 2 ഇൻറ്റു x³ പ്ലസ് x ഇൻറ്റു e⁻xy.
സോ ഇപ്പോൾ നിങ്ങൾക്ക് രൂപം ഉണ്ടായിട്ടുണ്ട് തോന്നും എന്താണ് പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. ഈ മൾട്ടി വേരിയബിൾ ഫങ്ഷൻസുകളെ മൾട്ടി വേരിയബിൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കൂടുതൽ വേരിയബിൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനുകളിൽ നമ്മൾ ഡെറിവേറ്റീവ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, അതാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ എ ഇക്വേഷൻ വിച്ച് കണ്ടെയ്ൻ എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ടേം അതിനെയാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നൊട്ടേഷൻ നമ്മൾ മനസ്സിലാക്കിയല്ലോ. അപ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മൾ വൈ എന്നുള്ള ഫംഗ്ഷനെ ഡി വൈ ഒരു തവണ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു നൊട്ടേഷൻ ഉണ്ടായിരുന്നു, നമ്മൾ വൈ ഡാഷ് എന്ന് പറയുമായിരുന്നു അല്ലേ. 2 തവണ ചെയ്യുമ്പോൾ നമ്മൾ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്നായിരുന്നല്ലോ പറയാറ്. അതിനെ നമ്മൾ വൈ ഡബിൾ ഡാഷ് എന്നൊക്കെ പറയാറുണ്ടായിരുന്നു അല്ലേ. ഇതുപോലെ തന്നെ നമുക്ക് പി ഡിക്ക് പാർഷ്യൽ ഡെറിവേറ്റീവിന് ഇതുപോലെ നമുക്ക് നൊട്ടേഷൻ കൊണ്ടുവരണം. അതായത് ശ്രദ്ധിക്കുക, ഡോ യു ബൈ ഡോ എക്സിന് ഞാൻ യുവിനെ യു എക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സബ്സ്ക്രിപ്റ്റ് എക്സ് ആണ്. ഡോ യു ബൈ ഡോ വൈ എന്ന് പറയുന്നത് യു വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ, അതായത് യുവിനെ വിത്ത് റെസ്പെക്റ്റ് എക്സ് 2 തവണ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ യു എക്സസ് എന്നാണ് പറയാം. അതുപോലെ തന്നെ അതേപോലെ തന്നെ നമുക്ക് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ, അതായത് യു എന്ന് പറയുന്ന എക്സും വൈനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷനെ ആദ്യം നമ്മൾ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്തു, പിന്നെ വൈ കൊണ്ട് ചെയ്തു. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, യു എക്സ് വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഇതിൻ്റെ കണ്ടിന്യൂസ് ഫംഗ്ഷൻ കേസ് നമ്മൾ ഇതിൻ്റെ ഒരു ബേസിക് സാധനത്തിൽ കൂടെ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂസ് ഡെറിവേറ്റീവ് കേസിൽ നമുക്ക് യു ഓഫ് എക്സ് വൈയും യു ഓഫ് വൈ എക്സും ഈക്വലാണെന്ന് പറയാം. ഏത് പോയിൻ്റാണ് എടുക്കുന്ന ആ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയാൽ മതി. നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയ കേസ് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. അതായത് ഡോ സ്ക്വയർ യുവിനെ ആദ്യം വൈ കൊണ്ട് ചെയ്ത് പിന്നെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നുണ്ട് ഈക്വലാണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നൊട്ടേഷൻസ് വരിക. അപ്പോൾ ശ്രദ്ധിക്കുക, എക്സാമുകൾക്കൊക്കെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ക്വസ്റ്റ്യനുകളിലൊക്കെ ചിലപ്പം ഡാഷ് ഇട്ടിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ഇക്വേഷൻ ഉണ്ടാവുക. അപ്പോൾ ഈ ഡാഷുകൾ കണ്ടു കഴിഞ്ഞാൽ, ആ നൊട്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ അത് ഓർഡിനറി ഡിഫറൻഷ്യലാണ് ഉദ്ദേശിച്ചതെന്നും, അതുപോലെ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എക്സും വൈ ഒക്കെ എഴുതുമ്പോൾ ഇത് പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് ഉദ്ദേശിച്ചതെന്നും മനസ്സിലാക്കുക. അത് വെച്ചിട്ടാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഉണ്ടാവുക. ഓക്കെ സോ ഇങ്ങനത്തെ ടേമുകളൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന ഇക്വേഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, പി ഡി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡോ സ്ക്വയർ എക്സ് ബൈ ഡോ വൈ ബൈ എക്സ് എന്നൊക്കെ എഴുതാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഈ ഒരു നൊട്ടേഷൻ വെച്ച് ഇക്വേഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്കൊരു പി ഡിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എക്സാമ്പിൾ നമുക്ക് എഴുതി നോക്കാം. ഇതിൻ്റെ ജനറൽ ഫോമിൽ നമുക്ക് എ ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ, യുവിനെ 2 തവണ വിത്ത് റെസ്പെക്റ്റ് എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത വാല്യൂ ആണ് ഇവിടെ ഉണ്ടാവുക, ഇൻറ്റു എ ഫംഗ്ഷൻ. എ എന്ന് പറയുന്നത് ഒരു മൾട്ടി വേരിയബിൾ ഫംഗ്ഷനാണ്, എക്സിനും വൈയിലും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. ജസ്റ്റ് നമ്മൾ എന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാത്രം. ബി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ, യു എന്ന് പറഞ്ഞാൽ എക്സ്, നേരത്തെ പറഞ്ഞ അതേ എക്സാമ്പിൾ എടുത്തിരിക്കുന്ന യു എന്ന് പറഞ്ഞാൽ എക്സിനും വൈനും റെപ്രസെൻറ്റ് ചെയ്യുന്നൊരു ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ. ആൻഡ് സി ഇൻറ്റു ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് ഡോ വൈ പ്ലസ് ഇതിൻ്റെ ബാക്കിയാണ് കേട്ടോ, ഡോ സ്ക്വയർ യു ബൈ ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു എ ബി സി ഡി ഇൻറ്റു ഇവിടെ ഇ ഇൻറ്റു നോട്ടെ ഇൻറ്റു എഫ്. ഇത് ജനറൽ ഫോമായി നമുക്ക് വേണം പറയാം. വേർ A, B, C, D, E and F are functions which depends 2 variable, okay, which depends x and y. സോ ഈ ഒരു ഫോമിലുള്ള ഇക്വേഷനുകളാണ് നമ്മൾ എന്ത് പറയുന്നത്, പി ഡി എന്ന് പറയാറ്. ഈ എയും ബിയും സി ഒക്കെ 0 കൂടെ ആവും, അതിനനുസരിച്ച് ഇക്വേഷൻ മാറാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജനറലി നമുക്കൊരു ഇക്വേഷൻ്റെ എക്സാമ്പിളായിട്ട് എക്സ് വൈ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ഞാൻ ഇനി യു എക്സ് ആണ് റെപ്രസെൻറ്റ് ചെയ്യട്ടോ, ശ്രദ്ധിക്കാം. എക്സ് വൈ ആൻഡ് വൈ ഇൻറ്റു യു വൈ വൈ പ്ലസ് എക്സ് സ്ക്വയർ വൈ ഇൻറ്റു യു എക്സ് എസ് ഈക്വൽ ടു 0. ഇങ്ങനെ ഏത് രീതിയിൽ നമുക്കൊരു പി ഡിനെ റെപ്രസെൻറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഒരു പി ഡി എന്ന് പറയുന്നത്.
സോ നമ്മളിപ്പോൾ ഒരു പി ഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ പി ഡിയിൽ നമ്മൾ ഒ ഡിയിൽ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഓർഡറും അതുപോലെ തന്നെ അതിൻ്റെ ഡിഗ്രി എന്താണ് പറയുകയാണ്. വ്യത്യാസമൊന്നുമല്ല, നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ പറഞ്ഞ പോലെ തന്നെ പി ഡിയിലും ഓർഡറും ഡിഗ്രിയും സെയിം ആണ്. ഓക്കെ, ഓർഡർ എന്ന് പറയുന്നത് ആ ഇക്വേഷനിലെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് ഓർഡറാണ്. ഡെറിവേറ്റീവിൻ്റെ ഹയസ്റ്റ് ഓർഡർ ഏതാണോ അതായിരിക്കും ആ ഇക്വേഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഹയസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ എക്സ്പോണൻ്റ് എന്താണോ അതായിരിക്കും അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഒ ഡി പോലെ തന്നെയാണ് അതിൻ്റെ ഓർഡറും ഡിഗ്രിയും പറഞ്ഞത്. ആ ഇക്വേഷൻ്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് പവർ എത്രയാണോ അതായിരിക്കും അതിൻ്റെ ഓർഡർ എന്ന് പറഞ്ഞത്. ഇനി ആ ഹയസ്റ്റ് ഓർഡർ ഉണ്ടാവുമല്ലോ ഉള്ള ആ ഡെറിവേറ്റീവിൻ്റെ എക്സ്പോണൻറ്റ്, ആ എക്സ്പോണൻ്റ് ആയിരിക്കും അതിൻ്റെ എന്തെന്ന് പറയുന്നത് ഡിഗ്രി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ഡോ സ്ക്വയർ യു ഇൻറ്റു ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് ഡോ യു ബൈ ഡോ എക്സ്. ഇതൊരു പി ഡി ആണല്ലേ. ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഒരു ഇക്വേഷനാണ്. അതിൽ എന്ത് ടേം കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവ് ടേം കണ്ടെയ്ൻ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ നോക്കിയേ. ഈ ഇക്വേഷൻ്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എത്രയാണ് വരുന്നത്? ഓർഡർ എത്ര? 2 വരുന്നത് അല്ലേ. ഇവിടെ 2 ഡെറിവേറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ആയിരിക്കും. ഇനി ആ ഹയസ്റ്റ് ഓർഡറിൻ്റെ എക്സ്പോണൻ്റ് എന്താ? 1 അല്ലേ. അപ്പോൾ ആ ഡിഗ്രി ഓഫ് ദിസ് ഇക്വേഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇതുപോലെ നമ്മൾ വേറൊരു ഇക്വേഷൻ നോക്കുകയാണ്. ഇതേപോലെ തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞാൻ യു എക്സ് എസ് നോക്കാൻ നൊട്ടേഷൻ യൂസ് ചെയ്യണം കേട്ടോ, മാറിപ്പോയത്, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒന്നും വരണ്ട. നമ്മളിപ്പം യു വൈ വൈ പ്ലസ് യു എക്സ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് യു വൈ ഹോൾ ക്യൂബ് പ്ലസ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പി ഡി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നോക്കാം. ഇതിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എത്ര വരുന്നത്? 2 അല്ലേ. അപ്പോൾ ഹയസ്റ്റ് 2 തവണയാണ് ഇവിടെ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ഈ ഒരു ടേമിൽ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് മാക്സിമം 2 ആണ്. ഇനി ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഇവിടെ യുവിനെ ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്തു, പക്ഷേ അതിൻ്റെ പവർ 3 ആയതുകൊണ്ട് ഏറ്റവും ഹയസ്റ്റ് എക്സ്പോണൻ്റ് അല്ല, ഈ ടേമിൻ്റെ ഏറ്റവും ഹയസ്റ്റ് എക്സ്പോണൻ്റ് അല്ല അതിൻ്റെ ഡിഗ്രി എഴുതുക. ഏതാണോ ഹയസ്റ്റ് ഓർഡർ എന്ന് നമ്മൾ കണ്ടിട്ടുള്ളത് ആ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവിൻ്റെ എക്സ്പോണൻ്റ് അതായിരിക്കും അതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് വേണ്ട. അപ്പോൾ ഇതൊരു സെക്കൻഡ് ഓർഡർ സെക്കൻഡ് ഡിഗ്രി പി ഡി എന്നാണ് പറയുക. ഇത് സെക്കൻഡ് ഓർഡർ ഫസ്റ്റ് ഡിഗ്രി പി ഡി. അപ്പോൾ നമ്മൾ ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഓർഡർ ഡിഗ്രി അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തു. ഇനി ഓർഡറും ഡിഗ്രിയൊക്കെ വെച്ച് കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ പി ഡി നമുക്ക് ലീനിയർ, കോസി ലീനിയർ, അങ്ങനെ ഒരു നോൺ ലീനിയർ എന്ന് പറഞ്ഞ ഒരുപാട് ക്ലാസിഫിക്കേഷനൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇവിടെ കുറച്ച് ബേസിസ് ആയിട്ട് ക്ലാസിഫിക്കേഷൻ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതെന്നുള്ളത് ലീനിയർ പി ഡി ആണ്. എപ്പോഴാണ് ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ആവുന്നത് അതാണ് നമുക്ക് നോക്കേണ്ടത്. ഒരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ആവണമെങ്കിൽ അതിൻ്റെ എല്ലാ പാർഷ്യൽ ഡെറിവേറ്റീവ്സും ആ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, അതായത് നമ്മൾ യു ആണ് എടുക്കുന്നത് വിചാരിക്കുക, നമ്മളെ ഫംഗ്ഷൻ യു ഓഫ് എക്സ് വൈ ആണ്, ഡോ യു ബൈ ഡോ വൈ. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഒരുപാടെണ്ണം കണ്ടു. അതിലുണ്ടാവുന്ന ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്നാൽ യു ആയാലും അതിൻ്റെ ഡെറിവേറ്റീവ്സുകൾ ഡോ യു ബൈ ഡോ ടി, ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ, അതിൻ്റെ എല്ലാം ഡിഗ്രി 1 ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ ലീനിയർ പി ഡി എന്നാണ് വിളിക്കുക. ഓക്കെ, ഇവിടെ നമുക്കൊരു സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡിൻ്റെ എക്സാമ്പിൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കാം. ഇവിടെ ഡോ സ്ക്വയർ യു ബൈ ഉണ്ട്. ഡോ സ്ക്വയർ എന്ന് പറയുന്നത് ഡിഗ്രി അല്ല, ഇവിടെ ഡോ സ്ക്വയർ എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ഓർഡർ ആയിട്ടാണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഡിഗ്രി ഇവിടെ നോക്കുക, ഇവിടെ എല്ലാത്തിനും ഡിഗ്രി 1 മാത്രമാണ് അല്ലേ. ഇങ്ങനെയുള്ള പി ഡികളെയാണ് നമ്മൾ ലീനിയർ പി ഡി എന്ന് വിളിക്കുക. ഇതിപ്പോൾ സെക്കൻഡ് ഓർഡറാണ്, ഇതിൻ്റെ ഓർഡർ സെക്കൻഡ് ആയതുകൊണ്ട് സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡി എന്ന് പറയാം. ഇനി നമുക്കൊരു ഫസ്റ്റ് ഓർഡർ ലീനിയർ പി ഡി ആവണമെങ്കിൽ ഒരു കുഴപ്പമില്ല, ഈ ഡോ സ്ക്വയർ ടൈം അവിടെ ഉണ്ടാവരുതെന്നേ ഉള്ളൂ. അപ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ പി ഡിൻ്റെ എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? ഡോ യു ബൈ ഡോ എക്സ് എ ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ഈസ് ഈക്വൽ ടു സി. ഇവിടെ ഫസ്റ്റ് ഓർഡർ ലീനിയർ പി ഡിക്കുള്ള എക്സാമ്പിളാണത്. ഫസ്റ്റ് ഓർഡർ ലീനിയർ പി ഡിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കിയാൽ മതി, ഡിഗ്രി 1 കൂടരുത്. ഇവിടെ ഇപ്പോൾ എ ബി സി ഡി ഇ എഫ് എന്ന് പറഞ്ഞ ജി വാരിയബിളൊക്കെ എക്സിൻ്റെയും വൈൻ്റെയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഞാനിവിടെ ഒരു ഓൾ സ്ക്വയർ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്തായി? ഇത് ലീനിയാരിറ്റി നഷ്ടപ്പെട്ട് ഇതിൻ്റെ ഡിഗ്രി 1 കൂടി.
അപ്പോൾ മാക്സിമം ഡിഗ്രി 1 വരെ വരാൻ പറ്റുള്ളൂ. ഇതിൻ്റെ യുവിൻ്റെ ആയാലും യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ആയാലും ഡിഗ്രി മാക്സിമം 1 മാത്രമേ വരാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ടൈം മാത്രമാണ് നമ്മൾ ഇക്വേഷനിലുള്ളത് പി ഡിയിലുള്ളതെങ്കിൽ അങ്ങനത്തെ പി ഡിയാണ് നമ്മൾ ലീനിയർ പി ഡി എന്ന് വിളിക്കുക. അപ്പോൾ ഇതേ ലീനിയർ പി ഡി തന്നെ വെച്ചിട്ട് ഈ ഒരു ഇക്വേഷൻ കൺസിഡർ ചെയ്തു. ഇവിടെ കണ്ടോ, ഇത് സെക്കൻഡ് ഓർഡർ ലീനിയർ പി ഡിക്ക് നമ്മൾ എടുത്ത എക്സാമ്പിളാണ്. ഇവിടെ നമുക്ക് a × ഡോ സ്ക്വയർ u / ഡോ എക്സ് സ്ക്വയർ ഇങ്ങനെ പറഞ്ഞിട്ട് ടൈം ഈക്വൽ ടു ഒരു ജി കണ്ടോ. ഈ ജീൻ്റെ കൂടെ ഡിപ്പെൻഡൻറ്റ് വാരിയബിൾ, അതായത് നമ്മൾ യുവിൻ്റെ ഡോ u / ഡോ എക്സോ, അപ്പോൾ ഡിപ്പെൻഡൻറ്റ് വാരിയബിളോ അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സോ ഒന്നുമില്ല. അപ്പോൾ ഒരു എക്സിനെയും വൈനും ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ സിംഗിളായി നിൽക്കുന്നു. അപ്പോൾ ഇതിൽ ഏച്ച് ടേം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ സിംഗിളായിട്ടൊരു എക്സിനെയും വൈനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ ഇല്ലെങ്കിൽ അങ്ങനത്തെ ഇക്വേഷനാണ് നമ്മൾ ഹോമോജീനിയസ് പി ഡി എന്ന് പറയാം. അപ്പോൾ ഈച്ച് ടേം ഓഫ് എ സച്ച് എൻ ഇക്വേഷൻ, നമ്മളൊരു പി ഡിയുടെ ഈച്ച് ടേമിൽ ഒന്നെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വാരിയബിളോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡെറിവേറ്റീവോ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഏതൊരു ടേം എടുത്തു കഴിഞ്ഞാലും, ഇപ്പോൾ എക്സാമ്പിളാക്കി ഇവിടെ നമ്മൾ ഏതൊരു ടേം എടുത്തു കഴിഞ്ഞാലും ആ ടേമിൻ്റെ കൂടെ ഓക്കെ എക്സിനും വൈനും ഡിപ്പെൻഡ് ചെയ്യുന്ന ടേം ഉണ്ട്, പക്ഷെ അതിൻ്റെ കൂടെ തന്നെ യുവിൻ്റെ ഡെറിവേറ്റീവോ അല്ലെങ്കിൽ യുവോ ഉണ്ടാവും. ഡിപ്പെൻഡൻറ്റ് വാരിയബിളോ അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് വാരിയബിളിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവിൻ്റെ ടേമോ അതിൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെ അത് മാത്രമാണ് നമ്മൾ പി ഡി ഉണ്ടെങ്കിൽ ആ ഇക്വേഷൻ നമ്മൾ ഹോമോജീനിയസ് പി ഡി എന്ന് വിളിക്കും. ഇത് ഹോമോജീനിയസ് പി ഡി അല്ല, കാരണം ഇവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഉണ്ട്, എന്ത് ജി. ഈ എയും ബിയും സിയും ഡിയും ഇയും എഫും ജിയും ഒക്കെ എക്സും വൈയും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ യുവിനും പാർഷ്യൽ ഡെറിവേറ്റീവ് ഇല്ലാത്തൊരു ടേം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനത്തെ പി ഡിയാണ് നമ്മൾ നോൺ ഹോമോജീനിയസ് പി ഡി. അപ്പോൾ ഇവിടെ കണ്ടു, ഇവിടെ നമുക്ക് ഡോ സ്ക്വയർ u / ഡോ ടി സ്ക്വയർ മൈനസ് a സ്ക്വയർ × ഡോ സ്ക്വയർ u / ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ബി എന്ന് പറഞ്ഞാൽ എക്സിനും അതിനും ഡിപ്പെൻഡ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ, ഒരു ടേമിൽ ബി എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ മാത്രമുണ്ട്. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിളോ അല്ലെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവോ ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ടേം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇക്വേഷൻ നമ്മൾ നോൺ ഹോമോജീനിയസ് എന്ന് വിളിക്കും. ഇവിടുത്തെ കേസിൽ കണ്ടോ, ഏതൊരു ടേം എടുത്തു കഴിഞ്ഞാലും എന്തുണ്ട്, ഒന്നെങ്കിൽ അതിൻ്റെ യുവിൻ്റെ കൂടെ ഒരു പാർഷ്യൽ ഡെറിവേറ്റീവോ ഉണ്ട്. യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഈച്ച് ടേമിലുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ഫംഗ്ഷൻ നമ്മൾ ഹോമോജീനിയസ് പി ഡി എന്നാണ് വിളിക്കുക. ഇനി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് പി ഡിയിൽ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസാണ്. അപ്പോൾ ഇത് ഒരുപാട് പി ഡിയുടെ നമ്മൾ ഡീപ്പായി പഠിക്കാനിരിക്കുകയാണെങ്കിൽ ഒരുപാട് ഇമ്പോർട്ടൻസും പ്രാധാന്യമുള്ള ഒരു ഇക്വേഷൻസ് ആയിരുന്നു. പക്ഷെ നമുക്കിതിൻ്റെ ജസ്റ്റ് ഇതാണ് ഇക്വേഷൻ എന്ന് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. നമ്മൾ കോംപ്ലിമെൻ്ററി ആയിട്ടല്ലേ മാത്സ് പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷൻസുകളൊക്കെ സ്ഥിരമായിട്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് വാട്ട് ഈസ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ, വാട്ട് ഈസ് വൺ ഡയമെൻഷണൽ ഹീറ്റ് ഇക്വേഷൻ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാറുണ്ട് ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കി വെക്കുക. ഇതെന്താണെന്നോ എങ്ങനെയാണ് വരുന്നതെന്നുള്ളതൊന്നും മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതാണ് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ u / ഡോ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു c സ്ക്വയർ × ഡോ സ്ക്വയർ u / ഡോ എക്സ് സ്ക്വയർ. അതുപോലെ വൺ ഡയമെൻഷൻ ഹീറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡോ u / ഡോ ടി ഈസ് ഈക്വൽ ടു c സ്ക്വയർ ഡോ സ്ക്വയർ u / ഡോ എക്സ് സ്ക്വയർ. ഇവിടെ യു എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു റോഡ് കൂടുതൽ ഹീറ്റ് കണ്ടൻഷൻ ആയിട്ടാണ് എടുക്കുന്നത്. ടി അതിൻ്റെ ടൈം, അതുപോലെ എക്സ് ടി ടൈമോ ടെമ്പറേച്ചർ എന്തോ ആയിരുന്നു, അതുപോലെ എക്സ് എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ റിലേഷൻ വെച്ചിട്ട് അവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഇക്വേഷൻസ് ആയിരുന്നു. അപ്പോൾ ഈ ഇക്വേഷൻസൊക്കെ നമുക്കൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ടി വരും. സ്ഥിരമായിട്ട് 1 മാർക്കിന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം നമ്മളെ കയ്യിൽ എന്തായാലും വേണം. ഇനിയുള്ളത് ഒരു തിയറമാണ് പി ഡി ഇക്വേഷൻ വെച്ചിട്ട്. ഒന്നുമില്ല, നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ 2 സൊല്യൂഷനാണ് u1 ഉം u2 എന്നും പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷനും അതേ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ തന്നെ സൊല്യൂഷൻ ആയിരിക്കുന്നു. അതുപോലെ തന്നെ പി ഡിയുടെ കേസിൽ സിമിലർലി നമുക്ക് റിലേഷൻ ഉണ്ട്. u1 ഉം u2 എന്ന് പറയുന്നത് ഒരു ലീനിയർ ഹോമോജീനിയസ് പി ഡിയുടെ സൊല്യൂഷൻ ആണെങ്കിൽ ഓക്കെ, ഒരു പി ഡിക്ക് ഒറ്റ സൊല്യൂഷൻ മാത്രമല്ല വരുന്നത്, അതിൽ കണ്ടീഷൻ കൊടുത്തിൽ നമുക്ക് ഒരുപാട് സൊല്യൂഷൻസ് ശരിക്കും ഉണ്ടാക്കാം. അപ്പം ഐ തിങ്ക് സൊല്യൂഷനെ കുറിച്ച് നമുക്ക് ബോധ്യം ഉണ്ടെന്ന് വിചാരിക്കുന്നില്ല. എന്താണ് ഒരു പി ഡിയുടെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പി ഡി ഉണ്ട് ഡോ u / ഡോ ടി പ്ലസ് c × ഡോ സ്ക്വയർ u / ഡോ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് u ഓഫ് എക്സും ടി ആണ്, ടി എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ കിട്ടും. അതായിരിക്കും ഈ പി ഡിയുടെ സൊല്യൂഷൻ അല്ലേ. ഈ യുവിനെ പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിട്ടാണല്ലോ നമുക്ക് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഒരു സാറ്റിസ്ഫൈ ചെയ്യുന്ന യു എന്താണോ അതായിരിക്കും അതിൻ്റെ പി ഡിൻ്റെ സൊല്യൂഷൻ അല്ലേ. അപ്പോൾ നമ്മളെ കയ്യിലൊരു ലീനിയർ ഹോമോജീനിയസ് പി ഡി ഉണ്ട്. അതിൻ്റെ 2 സൊല്യൂഷനാണ് u1 ഉം u2. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ c1 ഉം c2 2
കോൺസ്റ്റൻറ്റുകളാണെങ്കിൽ C1 U1 + C2 U2, അതാണ് U1 U2 ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുന്നത്. ആ ലീനിയർ കോമ്പിനേഷനും ഇതേ PDയുടെ തന്നെ ഒരു സൊല്യൂഷൻ ആയിരിക്കും എന്നാണ് ഫണ്ടമെൻ്റൽ തിയറം പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു, ഈ സൊല്യൂഷനെ കുറിച്ചും PDയുടെ ക്ലാസിഫിക്കേഷനെ കുറിച്ചൊക്കെ. ഇനി നമ്മൾ കുറച്ച് പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ് PDയുടെ. അപ്പോൾ PDയുടെ സൊല്യൂഷനായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണിത്. ഇവിടെ പറയുന്നത് നമുക്ക് U എന്നൊരു ഫംഗ്ഷൻ എക്സിനും ടീനും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത് ഇത് നമ്മളുടെ വേവ് ഇക്വേഷന് സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് സാധാരണ ഒരു PD തന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കാണാനുള്ള മെത്തേഡുകളൊക്കെയാണ് ചോദിക്കാറ്. നമുക്ക് കുറച്ചും കൂടി ലോ ലെവൽ സാധനങ്ങൾ, ബേസിക് സാധനങ്ങൾ പഠിക്കാനുള്ളൂ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഈ വേവ് ഇക്വേഷൻ്റെ സൊല്യൂഷനാണോ ഇത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഇവിടെ എന്താ റിലേഷൻ തന്നിരിക്കുന്നത്, ∂2u/t². യുവിനെ 2 തവണ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് എന്ത് ചെയ്യുക, പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏതൊരു C വാല്യൂക്ക് ഇൻറ്റു യുവിനെ എക്സിനെ 2 വിത്ത് റെസ്പെക്ട് എക്സ് ആയിട്ട് 2 തവണ പാർഷ്യൽ ഡെറിവേറ്റ് ചെയ്തതിന് ഈക്വൽ ആവുമോ, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഇക്വേഷൻ്റെ LHSലും RHSലും എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ ഈ U എന്ന് പറയുന്ന ഇക്വേഷൻ ഇതാണെങ്കിൽ, അപ്പോൾ നമ്മൾ ആദ്യം ∂2u/t കാണാൻ വേണ്ടി ∂u/t ആദ്യം കാണുന്നു. ∂u/t കാണുമ്പോൾ നമ്മൾ എന്ത് വേണം, ∂t ഓഫ് നമ്മുടെ U ഇവിടുത്തെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ x³ + 3xt² ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുന്നതുമായി തന്നെയാണ് PDയും ചെയ്യേണ്ടത്. പക്ഷേ പാർഷ്യൽ ഡിഫറൻഷ്യൽ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ എക്സിനെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടി ആയതിൻ്റെ ഇവിടെ 0 ആയി. പിന്നെ ഇവിടെ ഉള്ള 6xt ബാക്കി വരും അല്ലേ. x³ വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുമ്പോൾ 0 വരും. x³ നമ്മളൊരു എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ഇവിടെ 3x കോൺസ്റ്റൻ്റ് ആണ്, പുറത്തേക്ക് എടുത്തു t² 2t വരും. അപ്പോൾ 2 × 3 6xt എന്ന് വന്നു അല്ലേ. അപ്പോൾ നമുക്ക് ∂2u/t എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും കൂടി എന്ത്, ഇതെന്താ ∂t ഓഫ് ∂u/t എന്നല്ല വരാം. അപ്പോൾ ∂u/t നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. അപ്പം ∂t ഓഫ് 6xt എന്താ കാണുന്നു, അത് ചെയ്ത് കഴിഞ്ഞാൽ എക്സിനും 6x കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും, ടീനെ കട്ടിയാക്കി 6x വരും. ഓക്കെ, നമുക്ക് വലതുവശത്തില്ല ∂2u/x² കാണുന്നു. ആദ്യം നമ്മൾ ∂u/x കാണുമ്പോൾ നമ്മൾ ∂u/x ഓഫ് x³ + 3xt². ഇവിടെ എന്താണ് കോൺസ്റ്റൻ്റ് ആയി ട്രീറ്റ് ചെയ്യേണ്ടത്, ഇവിടെ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിനെ നമ്മൾ പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതുകൊണ്ട് ടി ആയിരിക്കും ഇവിടുത്തെ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സാധനം. അപ്പോൾ ഇവിടെ x³ 3x² വരും, 3t² കോൺസ്റ്റൻ്റ് ആവും, എക്സിൻ്റെ 1 തന്നെ വരും. ഇനി നമുക്ക് ∂2u/x² ചെയ്യുമ്പോൾ ∂x ഓഫ് ∂u/x ആണ്. ∂2u/x 2 തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. നമുക്ക് ∂u/x നമുക്കിവിടെ കിട്ടി ∂x ഓഫ് 3x² + 3t² എന്ന് വരും. ഇവിടെ ടി ഒരു കോൺസ്റ്റൻ്റ് ആയി ട്രീറ്റ് ചെയ്യുമ്പോൾ ബാക്കി 3x² 6x വരും അല്ലേ. ഇനി നമുക്കിപ്പോൾ LHS RC ഈക്വലായി കിട്ടി. പക്ഷേ ഫോർ എ സ്യൂട്ടബിൾ വാല്യൂ ഓഫ് C, അപ്പോൾ സീൻ്റെ സ്യൂട്ടബിൾ വാല്യൂ ഏതാണെന്നാണ് നമ്മൾ ഇനി കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് LHS എന്ത് കിട്ടി, ∂2u/t² എന്ത് കിട്ടി, നമുക്ക് 6x എന്നാണ് കിട്ടിയത്. C² വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ∂2u/x² എന്ത് കിട്ടി, നമുക്ക് 6x എന്ന് കിട്ടി. അപ്പോൾ ഏതൊക്കെ വാല്യൂ സിക്ക് ഇത് 2 ഈക്വലാവും, ഇത് ഈക്വലാവുന്ന ഒറ്റ കേസിൽ എന്ത് C² 1 ആയാൽ മതി. അപ്പം C ± 1 ആവുന്ന കേസിലൊക്കെ U എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ വേവ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യനാണ്. നമുക്കിവിടെ ഒരു u(xt) ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. u ടീനെയും എക്സിനും ഡിപ്പെൻഡ് ചെയ്യുന്ന e⁻²t × cos x എന്നൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ ഹീറ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഇതാണ് നമുക്ക് ഹീറ്റ് ഇക്വേഷൻ. നമ്മൾ നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാധനമാണ് ∂u/t = c² × ∂2u/x². അപ്പോൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. നേരത്തെ പോലെ തന്നെ LHSലും RHSലും എന്താണോ നടക്കുന്നത് അതവിടെ U പുട്ട് ചെയ്യുക, എന്നിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് LHSലുള്ള ∂u/t എന്താ സംഭവിക്കുന്നത് നോക്കാം. ∂u/t എന്നാൽ ∂t ഓഫ് U എന്ന് പറഞ്ഞാൽ e⁻²t × cos x. നിങ്ങൾ ഓൾറെഡി ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ബേസിക് മെത്തേഡിൽ പോകാത്തത് കേട്ടോ. എല്ലാത്തവരും ഒന്ന് റീകോൾ ചെയ്യേണ്ടി വരും.
അപ്പോൾ ഡോ ബൈ ഡോ ടി വെച്ചിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ആണ് നമ്മളിവിടെ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എക്സ് ഉള്ള ടീമിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ കോസ് എക്സ് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇ റേസ് ടു ടീൻ്റെ നമ്മൾ ഡെറിവേറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇ റേസ് ടു 2 ഇൻറ്റു ഇ റേസ് ടു ടി എന്ന് വരും. അത് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കോസ് എക്സ് ഇൻറ്റു. അതേപോലെ തന്നെ നമ്മൾ ഇനി ഡോ യു ബൈ ഇവിടെ ഡോ യു ബൈ ഡോ ടി ഈ എൽ എച്ച് എസിലെ ടൈം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ് കാണേണ്ടത് അല്ലേ? അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്ത് കാണണം? ഡോ യു ബൈ ഡോ എക്സ് എന്താണെന്ന് കാണണം. ഡോ യു ബൈ ഡോ എക്സ് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു കോസ് എക്സ് വരും. ഓക്കെ, ഇവിടെ ഇ റേസ് ടു ടി എന്ന് പറയുന്നത് നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും അല്ലേ? നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇ റേസ് ടു ടി ടി ഉള്ള ടൈമാണ് ഇ റേസ് ടു ടി, അതൊരു കോൺസ്റ്റൻ്റ് ആയി നമ്മൾ ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഇ റേസ് ടു ടി പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ കോസ് എക്സിൻ്റെ നമുക്കറിയാം മൈനസ് സൈൻ എക്സ് ആണ്. ഓക്കെ, നമുക്കിനി കാണേണ്ടത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. ഇതാണ് നമുക്ക് കാണേണ്ടത് അല്ലേ? അത് കാണാൻ വേണ്ടി ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ യു ബൈ ഡോ എക്സ് കണ്ടാൽ മതി. ഡോ യു ബൈ ഡോ എക്സ് നമ്മൾ ഓൾറെഡി കണ്ടുവച്ചു. അത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു ടി ഇൻറ്റു സൈൻ എക്സ്. ഈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ ഇ റേസ് ടു ടി നേരത്തെ ഇവിടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇ റേസ് ടു ടി മൈനസ് ഇ റേസ് ടു ടി ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം, പുറത്തേക്ക് എടുത്തു. ഇനി സൈൻ എക്സിന് നമുക്ക് എന്ത് വരും? കോസ് എക്സ് എന്ന് വരും അല്ലേ? അപ്പോൾ നമ്മൾ എൽ എച്ച് എസും ആർ എച്ച് എസും ഒന്നും ഇതൊക്കെ ഡോ യു ബൈ ഡോ ടി എന്തായിരുന്നു? 2 ഇൻറ്റു ഇ റേസ് ടു ടി ഇൻറ്റു കോസ് എക്സ് ഈക്വൽ ടു നമ്മളെ സി സ്ക്വയർ. സീൻ്റെ വാല്യൂ നമുക്ക് കിട്ടുമോ നോക്കണം. ഡോ സ്ക്വയർ യു ബൈ ഡോ ടി പറഞ്ഞാൽ മൈനസ് ഓഫ് എന്ത് വരും? ഇ റേസ് ടു ടി ഇൻറ്റു കോസ് എക്സ് അല്ലേ? ഇപ്പോൾ നോക്ക്, ഇവിടെ ഈച്ച് ടൈം ഒക്കെ ഈക്വലാണ്. അപ്പോൾ ഇ റേസ് ടു ടിയും കോസ് എക്സും ഇ റേസ് ടു ടിയും കോസ് എക്സും നമുക്ക് വെട്ടിപ്പോകും അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് ഇ റേസ് എക്സിൻ്റെ വാല്യൂ കാണാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. യു ടി ഇ റേസ് ടു ടി വെട്ടിപ്പോയി, കോസ് എക്സും വെട്ടിപ്പോയി. അപ്പോൾ നമുക്ക് ബാക്കി വരുന്നത് എന്താണ്? സി സ്ക്വയർ ഈക്വൽ ടു ഈ മൈനസിനെ ഇങ്ങോട്ട് എടുത്തു കേട്ടോ, -2. അപ്പോൾ സി എന്ന് പറഞ്ഞാൽ എന്താ വരും? √-2 അഥവാ ഇത് പ്ലസ് ഓർ മൈനസ് √-2 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് ഇനി എന്ത് പറയാം? പ്ലസ് ഓർ മൈനസ് √-2 നമുക്ക് i√2 എന്ന് എഴുതാം. അപ്പോൾ സി എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് i√2 എന്ന പർട്ടിക്കുലർ വാല്യൂക്ക് യു എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഹീറ്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമുക്ക് കിട്ടി.